ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തമായ ചെറിയ ലോകത്ത് നമ്മൾ വളരെ സുഖകരമായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പല സത്യങ്ങളും നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം നമുക്ക് ആവശ്യമായി വരുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഒരു മാറ്റം നാം കണ്ടെത്തിയാൽ അതിലൂടെ നീങ്ങാൻ നാം ആരെയും എന്തിനേയും ഭയപ്പെടേണ്ടതില്ല. മാറ്റം ഒരു ഭീഷണിയല്ല, ദൈവത്തിങ്കിൽ വളരാനുള്ള ഒരു അവസരമാണ്, ഒരു വഴിത്തിരിവാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അത് സ്വീകരിച്ച് ദൈവത്തിൻ്റെ കൃപയുള്ള ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഈ മാറ്റം നമുക്ക് നിത്യജീവൻ നൽകും. റോമർ 10:9-10 കേൾക്കും. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ വചനങ്ങൾ ഒരു മാറ്റത്തിൻ്റെ വചനമാണ്. പരമ്പരാഗതമായ കുറേ നിയമങ്ങളനുസരിച്ച് ലോകത്തിൻ്റെ വഴിയിലൂടെ സുഖകരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനിൽ ഈ സത്യവചനം നിശ്ചയമായും മാറ്റം ഉണ്ടാക്കും. അവന് എന്ത് സംഭവിക്കുമെന്ന് 2 കൊരിന്ത്യർ 5:17 പറയുന്നത് ശ്രദ്ധിക്കൂ. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് നീങ്ങിപ്പോയി, ഇതാ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ മാറ്റത്തെ സ്വീകരിക്കാൻ നാം ഭയപ്പെടേണ്ടതില്ല. ബൈബിളിൽ മാറ്റത്തിൻ്റെ കഥകൾ നിറഞ്ഞിരിക്കുന്നു. പൗലോസിൻ്റെ കാര്യമെടുക്കുക. അപ്പോസ്തലപ്രവൃത്തി 26-14-18 വരെയും 9-20-22 വരെയും വായിക്കുക. ക്രിസ്തുവിനെ അറിഞ്ഞതു മുതൽ ആരെയും ഭയപ്പെടാതെ ശൗൽ എന്ന പൗലോസ് പുതിയ സൃഷ്ടിയായി മാറി. എന്നാൽ മാറാൻ ചിലപ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകില്ല. ഉദാഹരണത്തിന് പത്രോസ് യേശുവിനെ അറിഞ്ഞപ്പോൾ യേശുവിനോട് പറഞ്ഞു, ലൂക്കോസ് 5:8-10 വരെയുള്ള ഭാഗങ്ങളിൽ, കർത്താവിനോട് വിട്ടുപോകണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. എന്നാൽ യേശു ഭയപ്പെടേണ്ട എന്നും ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കാൻ തുടങ്ങുമെന്നും പറഞ്ഞു. യേശു ഒരു ദർശനമാണ് പത്രോസിന് നൽകുന്നത്. യേശു പത്രോസിനെ പാപിയായ മനുഷ്യനായിട്ടല്ല കണ്ടത്, ഒരു നേതാവിനെയാണ് യേശു പത്രോസിൽ കണ്ടത്. മുക്കുവനിൽ നിന്നൊരു മാറ്റം. പത്രോസ് അത് ഉൾക്കൊണ്ടു. ദൈവം നമ്മെ കാണുന്ന രീതിയിൽ നാം നമ്മെ തന്നെ കാണുമ്പോൾ നമുക്ക് മാറ്റമുണ്ടാകുന്നു. നാം മാറ്റത്തിനായി തീരുമാനമെടുത്താൽ നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും ദൈവം ഉണ്ടായിരിക്കും. നമ്മൾ നീങ്ങേണ്ടതായിട്ടുണ്ട്. ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് ദൈവം മോശയോട് പറഞ്ഞപ്പോൾ മോശ വിശ്വാസത്തോടെ പ്രവർത്തിച്ചു. സങ്കീർത്തനം 32:8 കേൾക്കൂ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഈ വചനങ്ങൾ സ്വീകരിച്ച് ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുക. ദൈവത്തിൻ്റെ വചനങ്ങൾ മാറ്റമില്ലാത്ത സത്യവചനങ്ങളാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് മത്തായി 24:35 പറയുന്നുണ്ട്. നമ്മുടെ ഏവരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതെല്ലാം അറിഞ്ഞ് വേണ്ട പോലെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഫിലിപ്പർ 2:13 കേൾക്കൂ. എന്തെന്നാൽ തൻ്റെ പ്രസാദത്തിന് വേണ്ടി ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനുമായി നിങ്ങളിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഉറച്ചിരിക്കുക. ഫിലിപ്പർ 1:3 നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളിൽ അത് പൂർത്തീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഉറച്ചു വിശ്വസിക്കുക. സദൃശവാക്യങ്ങൾ 16:9, 3:6 ഇവയിൽ നമ്മുടെ പാതകളെ നേരെയാക്കുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്. മാറ്റം പ്രയാസകരമാകുമ്പോൾ യെശയ്യാവ് 41:10 വചനങ്ങൾ നമുക്ക് ശക്തി നൽകും. കേൾക്കൂ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ബൈബിൾ വചനങ്ങൾ നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആരെയും ഭയപ്പെടേണ്ടതില്ല. മാറ്റത്തിലൂടെ ഉറച്ച തീരുമാനമെടുത്ത ഒരു വ്യക്തിയാണ് ജോഷുവ. 24:15 ആ തീരുമാനം പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ആവർത്തനം 31:6 കേൾക്കും. ഉറപ്പും ധൈര്യമുള്ളവരുമായിരിക്കുവിൻ. അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്റെ കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വചനങ്ങൾ
നമ്മെ ശക്തീകരിക്കട്ടെ. ഇവ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.